ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് മത്തനും ചെമ്മീനും വെച്ചിട്ടൊരു അടിപൊളി കറിയാണ്. അത് ഞാൻ മത്തനത് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ ഒരു 2 വലിയ പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു കുക്കറിലേക്ക് ഇതിങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഒരു അത്യാവശ്യം വലിയ മത്തങ്ങയുടെ 4/1 ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങ ചെരികിയതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല, നമുക്ക് സാധാരണ പാത്രത്തിലായാലും വേവിക്കാം. ഞാൻ പെട്ടെന്ന് തിരക്ക് പിടിച്ച് ആക്കുന്നതുകൊണ്ട് കുക്കറിൽ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഉണക്ക ചെമ്മീൻ വറുത്ത് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സാധനങ്ങൾ തേങ്ങ, അതുപോലെ നമ്മുടെ ചെമ്മീൻ, ഇതൊക്കെ നമ്മുടെ മത്തൻ എത്രത്തോളം എടുക്കുന്നു അതിൻ്റെ ഒരു റേഷ്യോ അനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് വേകാൻ എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഓവർ വെള്ളം ഒഴിക്കരുത്, ഓൾറെഡി മത്തനിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് കണ്ടമാനം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പായസം പോലെ ആവരുത്. അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം ഒരു 2-3 വിസിൽ, അപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. നല്ലോണം എന്താ പറയുക വെന്തിട്ടുണ്ട് നമ്മുടെ മത്തൻ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിലധികം വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞു കണ്ടില്ലേ. നമുക്കിനി ഇതൊന്ന് ഇതുപോലൊരു തവി വെച്ചിട്ട് ഇതിന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴാണ് അത് മൊത്തത്തിലൊന്ന് സെറ്റ് ആവുകയുള്ളൂ. കണ്ടില്ലേ, ഇപ്പം തന്നെ അതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അത് ഞാൻ ഒഴിച്ചത് കൂടാതെ മത്തനിൽ നിന്നും കൂടി വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടമാനം വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്ന് വെച്ചിട്ട് മൊത്തം അങ്ങ് ഉടച്ച് പായസമാക്കുകയും ചെയ്യരുത്. അതായത് ഒന്ന് ഉടഞ്ഞ് എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്നുമില്ല, സാധാരണ നമ്മുടെ കടുക് വറുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുകിടുന്നു. അതിന് ശേഷം നമ്മൾ എന്താ പറയുക വറ്റൽ മുളക് ഇടുന്നു. അങ്ങനെ കടുക് വറുക്കുന്ന പരിപാടിയാണ്. പിന്നെ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇടാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് പറയുന്നത്. കരിവേപ്പില എനിക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ കറികളിൽ ചേർക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് അത് ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്താ പറയുക കടുകിട്ടു, അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്നത് ഈ കടുക് വറുത്തതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എനിക്കൊരു വെള്ള മത്തനാണ് കിട്ടിയത്. അത് നല്ല മഞ്ഞ കളറുള്ള മത്തനുണ്ടല്ലോ, അതാകുമ്പോൾ നല്ല മധുരവും കൂടി ഉണ്ടാവും. അപ്പം അതിനാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിന് ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും ഈ ഒരു മത്തന് കുറച്ച് മധുരം കുറവായിരിക്കും. അപ്പം നല്ല മഞ്ഞ കളറിൽ മത്തനാകുമ്പോൾ ആ കറിയും മഞ്ഞയായിട്ടിരിക്കും. ഇതിപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു കളർ തോന്നുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ ഇതിന് മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതുപോലെ മത്തനും ചെമ്മീനും കൂടി വെച്ചാൽ നമുക്ക് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒഴിച്ചുകറിയൊന്നും വേണ്ട. ഇത് കൂട്ടിയിട്ട് നമുക്ക് ധാരാളം എന്താ പറയുക ഒരു പാത്രം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണിത്. അപ്പോൾ ഇതിന് ഉപ്പ് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ട് എങ്കിൽ നമുക്ക് ഇപ്പോഴും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ മത്തൻ്റെ തോലൊന്നും കളയാതെയാണ് നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിത് പലപ്പോഴും ഉണ്ടാക്കി ഓഫീസിലൊക്കെ കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും എന്നോട് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ വീട്ടിൽ പോയിട്ട് പറയുമ്പോഴും അവിടെ നിന്നും ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതാ ഒന്നും കൂടി തിളച്ചത് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.